നമുക്ക് മമ്മൂട്ടിയിൽ നിന്ന് തുടങ്ങാം. നമസ്കാരം. മമ്മൂട്ടി എന്ന സൂപ്പർ സ്റ്റാർ ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് റൂമറുകൾ പരക്കുന്നുണ്ട്. പേര് കേട്ട ഒരു പക്ഷേ മലയാളത്തിൽ നിന്ന് ഉയർന്നു വന്ന ദേശീയ തലത്തിലെ ഏറ്റവും സമുന്നതനായ ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഞാൻ വൈക്കത്തെ ചെമ്പിലാണ് എൻ്റെ നാട്. വർക്കിച്ച എന്തേനു ഏവം പുലിയാണ്. ഇങ്ങോട്ട് സിനിമയിൽ വരുന്നതിന് വളരെ മുമ്പ് തന്നെ എനിക്ക് മമ്മൂട്ടി അറിയാം. അക്രമം സാറേ, വണവടക്കം പുതിയ കൊട്ടേഷനും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ. അവിടെ വന്നിരിക്കും, ബീഡിയൊക്കെ വലിച്ചുകൊണ്ടിരിക്കും, ചെറിയ പാട്ടൊക്കെ അല്ലി അമ്പൽക്കടവിൽ പാട്ടൊക്കെ പാടുന്നു. നമുക്ക് നന്നായിട്ട് പാടുന്നു കേട്ടിട്ടുണ്ട്. നമുക്ക് ഭയങ്കര എളിമ കാണിക്കണ്ട, നമുക്കിടെ ഒരു പുതിയ പിന്നെ അങ്ങനെയാണ് മമ്മൂട്ടിയെ കാണാൻ പോകുന്നത്. മമ്മൂട്ടി ഇന്റർവ്യൂ എടുക്കും. അതിനെന്താ എടുത്തത്? അപ്പൊ ഞാൻ മമ്മൂട്ടിയോട് പറഞ്ഞു, ഞാനിങ്ങനെ ഏത് കൊമ്പം വന്നാലും ആ കൊമ്പ് ഒടിച്ചു കളയും ഈ ദശമൂലൻ. എന്റെ ഇന്റർവ്യൂ എടുക്കാൻ അവന്റെ പെർമിഷൻ ചോദിക്കും. അല്ല, അത് താങ്കളുടെ സ്റ്റാൻഡ്, എന്റെ സ്റ്റാൻഡ് അതല്ല. ഞാൻ മുന്നിട്ടില്ല സത്യമായിട്ട്. ആരുടെ ഒരു സംഘടനയായിട്ട് വരുന്നതിന് വരും, അവിടെയും ഈ മമ്മൂട്ടി, മോഹൻലാലും സുരേഷ് ഗോപിയൊക്കെ നിൽക്കുന്നത്. കഷണ്ടിക്കും അസൂയിക്കും മരുന്നില്ലെന്ന് പറയും. അപ്പൊ അതൊക്കെ ഞാൻ മമ്മൂട്ടിയെ കാണിച്ചു. ഞാൻ അമ്മയെക്കുറിച്ച് എഴുതിയാണ്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇല്ല. എൻ്റെ അടുത്ത് പുള്ളി ചോദിച്ചു, ആഹാരം കഴിച്ചോന്ന് ചോദിച്ചു. ഭക്ഷണം കഴിക്കും. അത് കണ്ടില്ലേ, എൻ്റെ വർക്കാണ്. ഞാൻ താങ്കളുടെ വർക്ക് കാണാനല്ല വന്നത്. ഞാൻ അത്രയും ഉറച്ചു പറഞ്ഞു. ഈ മാഗസിൻ ബോംബെയിൽ നിന്ന് പബ്ലിഷ് ചെയ്യണതാണ്, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വന്നത്. നിന്റെ ഈ പടക്കം പൊട്ടിക്കലുണ്ടല്ലോ, അത് എന്നോട് വേണ്ട, നിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ബോംബെയിൽ നിന്ന് വന്ന 2-3 പേരെ പുള്ളി ഈ മണിക്കൂർ കണക്കിന് വെയിറ്റ് ചെയ്ത് ഇരുത്തിക്കുന്നു എന്ന് ഈ സെറ്റിനെ ബോധ്യപ്പെടുത്തുകയാണ്. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? മനസ്സിലായില്ലല്ലേ? കണ്ടില്ലേ, ഇങ്ങനെ എനിക്ക് കുറെ തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, ആക്ച്വലി ഐ കേം ഹിയർ നിങ്ങളുടെ തിരക്ക് കാണാനല്ല. പറഞ്ഞാൽ മനസ്സിലാകാത്തവരെല്ലാം നമ്മൾ പോത്തുകളെന്ന് പറയുന്നു. ഉദാഹരണത്തിന് ചെറിയ ഡിക്റ്റാഫോണാണ്, അത് പുള്ളിയുടെ വായതോടെ കൊണ്ട് ക്ലോസ് ചെയ്തു. മിസ്റ്റർ മമ്മൂട്ടി, യുവർ ഇന്റർവ്യൂ ഈസ് ഓവർ. എന്റെ ആക്ഷന് കട്ട് പറയാൻ ഇവിടെ ഒരുത്തനും ആയിട്ടില്ല. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ പറഞ്ഞു, ഞാനിത് കാണാനല്ല മിസ്റ്റർ മമ്മൂട്ടി വന്നത്. ജസ്റ്റ് റിമെമ്പർ, യു ആർ ഇൻസിഗ്നിഫിക്കന്റ് നത്തിങ്. ഈ ജാതി ഉടായ്പ പഞ്ച് ഡയലോഗുമായിട്ട് വന്നാലുണ്ടല്ലോ, ഉള്ളംകാലി മുള്ളാണി അടിച്ച് നട റോട്ടിലിട്ട് ഇലുവരപ്പിക്കാൻ. മനസ്സിലായോ? പുലിവാലായല്ലോ, കൂടുതൽ പുലിവാലാകും ഇറങ്ങി പോടാ.